ഹലോ സാജിക്കാണ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? വലിയൊരുന്നാളൊക്കെ ആയില്ലേ? അപ്പൊ ഞാൻ ഈ കാര്യമായിട്ട് ബസ് എത്തിക്കണതില്ലേ പെരുന്നാക്കോടി എടുക്കാൻ നിൽക്കട്ടെ. ഇത്രയും ദിവസം ഉണ്ടായിട്ട് പെരുന്നാക്കോടി എടുക്കാൻ കുറേ ദിവസമായി പോകണം വിചാരിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിട്ട് അങ്ങനെ ഇപ്പോൾ പോണത് എന്താ പെരുന്നാളിന്റെ 2 ദിവസം മുമ്പാട്ടാ. പിന്നെ എന്ന് പറഞ്ഞാൽ അറഫാ നോമ്പല്ല. അപ്പൊ നോമ്പിന് പുറത്തിറങ്ങി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, തീരെ ഇഷ്ടമില്ല. അപ്പൊ പിന്നെ അതിന്റെ തലേന്ന് പിന്നെ രാവിലെ തന്നെ ഞാനൊരു 10 മണിയാകുമ്പോൾ 10 മണിന്റെ ബസ്സിന് കയറിയിട്ടാ. പിന്നെ ചെമ്മാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഹസ്ബൻഡോടെ വെയിറ്റ് ചെയ്യണ്ടേട്ടാ. ഞാൻ ഇങ്ങോട്ട് കൂട്ടാൻ വരുന്നതിന് നല്ലത് ഞാൻ അങ്ങോട്ട് ബസ് കയറി പോകുമ്പോൾ നമുക്ക് അത്രയും സമയം ലാഭിച്ചിട്ട് ഡ്രസ്സ് എടുക്കുന്ന സമയം കുറച്ച് കൂട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഹസ്ബൻഡിന് ഉച്ചക്ക് ഷോപ്പ് പോവാണ്ട്, അതാണ് രാവിലെ തന്നെ പോയതിട്ടാ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇനമോക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ചെറിയൊരു കിഡ്സ് ഷോപ്പ് പോയിട്ട് ബൈപ്പാസ് റോഡാണ് ചെമ്മാടനെ. അത് കടന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ സമാധാനത്തിൽ തന്നെ നമുക്ക് പോയിട്ട് എടുക്കാൻ പറ്റൂട്ടാ. പിന്നെ ജൂൺ 16 ഇന്ന് ഇനമോളെ ബർത്ത്ഡേ കൂടിയാട്ടോ. നാളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. പിന്നെ നാളെ പെരുന്നാളും കൂടിയല്ലേ. അപ്പൊ രണ്ടും കൂടിയിട്ട് ഒറ്റ ഡ്രസ്സ് മതിയല്ലോ. അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിൽ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പൊതുവെ നെറ്റിന്റെ അങ്ങനെ പൊന്തിക്കുന്ന ടൈപ്പ് ഫ്രോക്കൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മളെ മക്കൾ എന്താ നല്ലൊരു ഫ്രോക്കിൽ അങ്ങനെ നിൽക്കാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. പിന്നെ ഒരുപാട് ഫ്രോക്ക് ഐറ്റംസ് സെലക്ഷൻ എന്ന് പറയാനില്ല കേട്ടോ. എല്ലാത്തിലും എനിക്ക് ഏറ്റവും എന്റെ കണ്ണിന് പിടിച്ചത് ഇതാണ് കേട്ടോ. പിന്നെ ഈ വൈറ്റ് എടുത്ത് നോക്കി, അപ്പൊ അത്ര ഭംഗിയായിട്ട് തോന്നില്ല. അപ്പൊ ഞാൻ ആദ്യം എടുത്തത് തന്നെ സെലക്ട് ചെയ്ത്. പിന്നെ വേറെ കടയിൽ കയറിയിട്ട് നോക്കാനൊന്നും അങ്ങനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ കിട്ടിയത് ഉള്ള ടൈമിനനുസരിച്ച് പെട്ടെന്ന് എടുത്തിട്ട് പോരുക ചെയ്തത്. പിന്നെ ജീനിന്റെ ഒരു ടോപ്പ് ഉണ്ടായിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് വേഗം എടുത്ത് കൈ പിടിച്ചിട്ടാ. പിന്നെ പറഞ്ഞാൽ ഇതിപ്പോ ഇട്ട് നോക്കി തന്നെ ഓളെ ഇട്ട ഡ്രസ്സിന്റെ മുകളിലല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇട്ട് നോക്കിയപ്പോ അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല, അത് ഇഷ്ടപ്പെട്ടും ചെയ്തിട്ടാ. പിന്നെ നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് ചെരുപ്പ് എടുക്കാം. അതൊക്കെ കുഞ്ഞു ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷോപ്പ് വന്നിട്ട് ചെമ്മാടോ പിക്കാടോ കേട്ടോ. വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെ എടുക്കൽ. നല്ല സെലക്ഷനാണ്. 4th ഫ്ലോർ വരെ ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ 2nd ഫ്ലോറിലാണ് ലേഡീസിന്റെ വരണേട്ടോ. അപ്പൊ നേരെ പോയത് 2nd ഫ്ലോറിക്കാണ്. പിന്നെ നേരെ പരിധി തന്നെ കിഡ്സിന്റെ ഇതിൽ ഫ്രോക്കിന് മാച്ചായിട്ടുള്ള ഒരു ഷൂ കണ്ടിട്ടാ. അപ്പൊ ഓളെ സൈസിന് ഇത്തിരി 1 ഇഞ്ച് മുകളിലുള്ള ഷൂ ആണ് എടുത്തത്. അപ്പോ ചെറുതാകുമ്പോൾ ഇനി വലുതാവില്ല. നമ്മൾ എടുത്ത് വെച്ചാൽ പിന്നെ അത് ടൈറ്റ് ആവും വിചാരിച്ചിട്ട് ഇത്തിരി വലിപ്പമുള്ള ഷൂ ആണ് എടുത്തത്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഷൂ ഫിക്സ് ചെയ്ത്. പിന്നെ അവിടെ വരെ പോകുമ്പോൾ എന്റെ കണ്ണ് നേരെ ചെരുപ്പുമൊക്കെ പോലെ. സാധാരണ ഡ്രസ്സ് എടുത്തതിന് ശേഷമാണ് ഞാൻ ചെരുപ്പ് എടുക്കലായിരുന്നു. അവിടെ വരെ പോയപ്പോ പിന്നെ ചെരുപ്പുമൊക്കെ നോക്കി നല്ല സെലക്ഷൻ. ഞാൻ എപ്പോഴും ഷൂ എടുക്കല. അപ്പൊ സാധാ ഒരു ചപ്പലാണ് എടുത്തത്. പിന്നെ എനിക്കുള്ള ചെരുപ്പില്ലേ ഫസ്റ്റ് തന്നെ നോക്കിയപ്പോ ഫസ്റ്റ് തന്നെ കണ്ണുടക്കി ചെരുപ്പ് എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് തന്നെ കണ്ട നോട്ടത്തിമക്ക് പോയിട്ടാ. പിന്നെ അപ്പുറത്തും വേറെ സ്റ്റാൻഡും ചെരുപ്പുകളൊക്കെ ഒക്കെ ഉണ്ട്. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ ഈ 4 ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പൊ ഇതിൽ ആ ഗോൾഡൻ കളർ വന്നിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതിന്റെ സൈസ് വന്നിട്ട് എനിക്ക് ഭാഗ്യം പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നമുക്ക് കിട്ടൂല എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ ഗോൾഡൻ കളർ ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വൈറ്റ് എടുത്തിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടാ. അപ്പൊ പാച്ചു ഇങ്ങനെ നോക്കിക്കേട്ടാ, പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, നടക്കുന്നത് ചെരുപ്പ് അറിയാൻ പാടില്ല, എന്നാലേ പൊട്ടാതൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയേനി. അങ്ങനെ നേരെ 3rd ഫ്ലോർ പോയിട്ട് അവിടെയാണ് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ആ ഫ്രോക്കൊക്കെ മാച്ച് ആയിട്ടുള്ള ചെറിയ എയർ ബാൻഡ് കുഞ്ഞി വളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാച്ചുവിന്റെ ഫ്രണ്ട് അബിയും വൈഫും വന്നിട്ടാ. വൈഫ് നമ്മളെ ചങ്കത്തിയാണ്. അപ്പൊ ഞങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വന്നതായിട്ട് കുട്ടിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നോക്കി. പിന്നെ ഓക്ക് കുറച്ച് കോസ്മെറ്റിക്സ് ഒക്കെ സെലക്ട് ചെയ്യാണ്ടേണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വർത്താനൊക്കെ പറഞ്ഞ് കുറെ നേരം അപ്പോ എല്ലാവരും പാടെ കൂടിയപ്പോ പിന്നെ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഫാൻസി ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് 3rd ഫ്ലോർ കേട്ടോ. അതുപോലെ തന്നെ 4th ഫ്ലോറിലാണ് ബാഗ് സെക്ഷൻ കേട്ടോ. ഞാൻ അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല, മനസ്സറ്റ് മാറും വിചാരിച്ചിട്ടാ. പിന്നെ ഇങ്ങനെ കുഞ്ഞി കണ്ണട സെലക്ട് ചെയ്യേണ്ടതിനാ മോക്ക് കേട്ടോ. പക്ഷെ ഓക്ക് പാകമുള്ളതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതിന്റെ മോക്ക് കുഞ്ഞി കണ്ണടൊക്കെ വാങ്ങി ഇങ്ങനെ വെച്ച് നോക്കിന്നെ എല്ലാവരും കുറെ നേരം അവിടെ നിന്നേ. പിന്നെ പെരുന്നാക്കൊക്കെയുള്ള മെയിലാഞ്ചിയും കാര്യങ്ങളൊക്കെ വീട്ടിലെ കുട്ടികൾക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഇട്ട നാത്തൂനൊക്കെ. അപ്പൊ അതൊക്കെ 2-3 എണ്ണൊക്കെ വാങ്ങി. എല്ലാവരും കൂടിയപ്പോ തന്നെ ഇല്ല പെട്ടെന്ന് ടൈം പോയിട്ട്. അപ്പൊ 2 ഷോപ്പ് പോകാനുള്ളതാട്ടോ. 1 മണിയാകുമ്പോൾ തന്നെ കേട്ടോ. അപ്പം ബില്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കിയിട്ട്. പിന്നെ ഏതായാലും വന്നതല്ലേ, എനിക്കൊരു ചുരിദാറും പാട് എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ കോഴിക്കോട് സ്റ്റാൻഡിൽ അരോഷിക്കാട്ട പോയതിട്ടാ. കടന്റെ പേരൊന്നും ഓർമ്മയില്ല. കവർമ നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ വേഗം പോയി ഒരു ചുരിദാർ എടുത്ത് പോന്നു. പിന്നെ ചമ്മാട് ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉണ്ട്. പക്ഷെ ഡിസ്പ്ലേ നോക്കുമ്പോഴേക്ക് എങ്ങോട്ടാ കയറി കൺഫ്യൂഷൻ ആയിപ്പോട്ടെ. ഒരുപാട് നല്ല തിരക്കുണ്ട്. പിന്നെ ഒക്കെ വലിച്ച് വാരിയിട്ടിട്ട് എന്താ ഏതാന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ ഒക്കെ വലിച്ചു വാരിട്ടതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ, നമുക്ക് ആകെ ചടച്ച് പോകട്ടാ. പിന്നെ ആ വൈറ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ചുരിദാറിട്ടാ. പിന്നെ വൈറ്റും യെല്ലോ അങ്ങനെ എല്ലാ കളേഴ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണമെന്നല്ല. പിന്നെ ആ ഒരു ഗോൾഡൻ ടച്ചുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അവ ഇടാത്തൊരു കളർ ആയതുകൊണ്ട് പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ബില്ലാക്കിയിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൈ പിടിച്ചിട്ട് ഒരുപാട് നേരം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കണ്ണ് വേറെ ഡ്രസ്സ് നമുക്ക് പോകും. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ പിന്നെ ഒന്നും നോക്കാതെ പിന്നെ ഈ ഒരു കളർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഭയങ്കര മനസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. പിന്നെ നല്ല സിമ്പിളായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ശീലയാണ് കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തന്നെ എടുത്തതാണ്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഒട്ടും നേരമില്ലാത്തതുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ ഒന്നിനും കയറിയിട്ടില്ല. നാട്ടിലെത്തി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വേഗം വീട്ടിൽ പോരുക ചെയ്തിട്ടാ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടില്ലായാലും സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ പുതിയ വീഡിയോസ് ആയിട്ട് ഇതിന്റെ വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. പിന്നെന്താ, അപ്പോൾ അത്ര എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.